കുടുംബശ്രീയുടെ പരിപാടിക്ക് വേണ്ടിയുള്ള ഒരുക്കത്തിലാണ് കേട്ടോ. ആദ്യം തന്നെ തേങ്ങയൊക്കെ ചിരകി വറുത്തെടുക്കുന്നുണ്ട് സാമ്പാറിന്. അപ്പം ഞങ്ങൾ പൊടി സാമ്പാറാണ് ഇവിടെ പൊതുവേ എന്നല്ല, ഇവിടെ എല്ലായിടത്തും തേങ്ങ അരച്ച സാമ്പാർ തന്നെയാണ് കേട്ടോ. അങ്ങനെ എല്ലാ പണികളും കഴിക്കാനായിട്ടാണ് ഞങ്ങൾ എല്ലാവരും കൂടി വന്നിട്ടുള്ളത് കേട്ടോ. കഷ്ണരിയ അങ്ങനെ ചെറിയ ചെറിയ വലിയ വലിയ പണികളൊക്കെ ആയിരുന്നു. അപ്പം ഞാനും കുറച്ച് സഹായിച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. അമ്മയുടെ അയൽക്കൂട്ടാകുമ്പോൾ നമ്മൾ സഹായിച്ചു കൊടുക്കണമല്ലോ. പിന്നെ എല്ലാവരും കൂടി ഇരുന്ന് വർത്താനൊക്കെ പറയുന്നുണ്ട്. അതിനിടയിലൊരു ചെറിയ വലിയ മഴയൊക്കെ പെയ്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ സമയം കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്ക് രമേശ് ചായ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നല്ല ചൂട് കട്ടൻ ചായയും അതിൻ്റെ കൂടെ തന്നെ കഴിക്കാനായിട്ട് മിച്ചറും തന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ നാട്ടിലുള്ളപ്പോൾ ഇങ്ങനെ കുടുംബശ്രീയുടെ പരിപാടി ഇങ്ങനെ പാചകമോ അങ്ങനത്തെ പരിപാടിക്കൊന്നും ഞങ്ങൾ പോകാറില്ല കേട്ടോ. അമ്മ തന്നെയാണ് പോകാറുള്ളത്, സഹായിച്ചു കൊടുക്കാറുള്ളതൊക്കെ അങ്ങനെ പരിപാടി ഉണ്ടെങ്കിൽ തന്നെ. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷമാണ് ഇങ്ങനെ അമ്മയുടെ കുടുംബശ്രീയിലെ പരിപാടിക്കൊക്കെ ഞങ്ങളെ കൊണ്ടുപോകുന്നതും എന്താ പറയുക, അവിടെ എല്ലാവരുമായിട്ട് പരിചയപ്പെട്ടു. പിന്നെ അവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. അങ്ങനെ ഇന്നത്തെ ദിവസം നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അവസാനം ഞങ്ങൾ എല്ലാ കഷ്ണങ്ങളും നുറുക്കി വെച്ചൊക്കെ കഴിഞ്ഞ് അവിടുന്ന് പോയിരുന്ന ഏകദേശം ഒരു 12 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.